നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്ന ആളുകൾക്കുള്ള പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പെൻഷൻ മസ്റ്റിംഗ് ചെയ്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലിസ്റ്റ് പ്രകാരമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുക. ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകൾ, സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, കഴിഞ്ഞ മാസം 25-ാം തീയതി മുതൽ പെൻഷൻ മസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്റിംഗ് തുടങ്ങി ഇപ്പോൾ ഏകദേശം 10 ദിവസം പിന്നിട്ടു. 12 ദിവസത്തോളമായി. വെറും 25% ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ലിസ്റ്റ് അനുസരിച്ച് 25% ആളുകൾ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയത്. എല്ലാ വർഷവും ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ 30-40% ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കാറുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ വർഷം ആളുകൾ അത് ഒരു കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അല്ലാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മസ്റ്റിംഗിന് അപേക്ഷ സമർപ്പിക്കാം. 30 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലെ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ വേണമെന്നില്ല. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു മസ്റ്റിംഗിന് അവസരമുള്ളത്. ബാക്കിയുള്ള CSI കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾക്കൊന്നും മസ്റ്റിംഗ് പൂർത്തിയാക്കാനുള്ള അധികാരമില്ല. അവർക്ക് ഈ സൈറ്റ് കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന അക്ഷയ കേന്ദ്രങ്ങൾ ഒറിജിനലാണെന്ന് ഉറപ്പുവരുത്തുക. അവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യത്തിന് അവസരമുള്ളത്. നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പെൻഷൻ ID, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശമുണ്ടായാൽ മതി. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചില ആളുകൾക്ക് 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനായ വാർദ്ധക്യ പെൻഷൻ അല്ലെങ്കിൽ വിധവാ പെൻഷൻ പോലത്തെ പെൻഷനും പിന്നീട് ഏതെങ്കിലും ക്ഷേമനിധി പോലെ ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ 2 പ്രാവശ്യം മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടി വരും. എങ്കിൽ മാത്രമാണ് പിന്നീട് അവർക്ക് 2 പെൻഷൻ ലഭിക്കുകയുള്ളൂ. പല ആളുകളും അവർക്കൊരു പെൻഷൻ മാത്രം മസ്റ്റിംഗ് ചെയ്ത് വരുന്നുണ്ട്. പിന്നീട് അവർക്ക് ആ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ചില ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും ചില 1 വർഷത്തിലധികമായി പെൻഷൻ കുടിശ്ശിക ഉണ്ടായിട്ട് അങ്ങനെയുള്ളെങ്കിലും അതും ശ്രദ്ധിക്കണം. അവരും മസ്റ്റിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് കുടിശ്ശിക വിതരണം ചെയ്യുന്ന സമയത്ത് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.